വല്ലാത്തൊരു കൊലപാതകം നടത്തിയതിന്റെ പരിഭ്രമമൊന്നും ഷാജിയുടെ മുഖത്ത് കണ്ടില്ല. റെയിൽവേ ട്രാക്കിൽ സുധയെ കൊന്നു തള്ളിയയിടത്ത് കൊല്ലാനുണ്ടായ കാരണവും കൊന്ന രീതിയുമൊക്കെ അവിടെ നിന്ന് അയാൾ മരട് പോലീസിനോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വാക്കുതർക്കത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതക കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. ക്രൂരമായ ആക്രമണമാണ് സുധ നേരിട്ടത്. ഷാജി യുവതിയുടെ മുഖത്തും കണ്ണിലും പലതവണ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. തന്റെ കുടുംബം തകർക്കുമെന്ന യുവതിയുടെ ഭീഷണി അടക്കം പ്രകോപന കാരണമെന്നാണ് മൊഴി. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള സുധാ ബേബിയെ വൈറ്റ്ലയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇത് കൊലപാതകമാണ് എന്നത് ബോധ്യമായി. ട്രെയിൻ തട്ടി മരിച്ചതല്ല എന്നതും വ്യക്തമായി. അപ്പോൾ ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നതിലേക്കായി അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിച്ചു. അങ്ങനെ പൊന്നുരുന്നി സ്വദേശിയായിട്ടുള്ള ഷാജിയിലേക്ക് ഈ അന്വേഷണം എത്തി. ഷാജിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടു. അങ്ങനെ ഷാജിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. പിന്നാലെ ഇന്ന് ഈ ഷാജിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. അപ്പോൾ ഷാജി നൽകിയിരിക്കുന്ന മൊഴിയും അതോടൊപ്പം തന്നെ പോലീസ് സംഘം വ്യക്തമാക്കുന്ന കാര്യങ്ങളും ഇങ്ങനെയാണ്. ഈ രണ്ടുപേരും, അതായത് സുധയും ഷാജിയും ഈ സ്ഥലത്ത് എത്തുന്നു. സ്ഥലത്തെത്തിയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. തർക്കം പിന്നീട് പിടിവലിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ഷാജിയുടെ ഫോൺ എടുത്ത് സുധ എറിയുന്നു. അപ്പോൾ ഷാജി കൂടുതൽ പ്രകോപിതനാകുന്നു. അങ്ങനെ ഈ ഷാജി സുധയുടെ മുഖത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുഷ്ടി ചുരുട്ടി കണ്ണിനും മുഖത്തും തലയ്ക്കും ഒക്കെ ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ സുധ തെറിച്ചു വീഴുന്നത് ഒരു കല്ലിലേക്കാണ്. കല്ലിൽ തലയിടിക്കുമ്പോൾ തല മുറിഞ്ഞ് പരിക്കേൽക്കുന്നു. അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ സുധ ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടാകുമോ, അവർ കേൾക്കുമോ എന്ന ഭയത്തിൽ ഷാജി സുധയുടെ മുഖത്തടക്കം അമർത്തിപ്പിടിക്കുകയാണ്. ആ അമർത്തിപ്പിടിക്കുന്നതോടുകൂടി ജീവൻ നഷ്ടമാവുകയും ചെയ്യുകയാണ്. ഈ രീതിയിലാണ് ഷാജി ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്ന് പറയുന്നത് സുധയുമായുള്ള തന്റെ ബന്ധം അത് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് ഷാജി കണ്ടു. മാത്രമല്ല തന്റെ മൊഴിയിൽ ഷാജി പറയുന്നത് സുധ ഭീഷണിപ്പെടുത്തി തന്റെ കുടുംബജീവിതം തകർക്കും എന്ന തരത്തിൽ. ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസിനോട് ഷാജി മൊഴിയായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതായി പോലീസ് സംഘം വ്യക്തമാക്കുന്നു. ഇന്ന് കൊച്ചി DCP അശ്വതി ജിജിയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. കാറിൽ കയറി ഇവിടെ കറങ്ങാൻ വന്നു എന്നാണ് പറഞ്ഞത്. അവരിവിടെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പ് ചെയ്യുന്നതാണ്. വൺസ് ഇൻ 2-3 മന്ത്സ് ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നതാണ്. ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിൻറ്റും മൂക്കിനിട്ടും തലക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. ബ്ലഡ് സ്റ്റെയിൻ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന് ഈ വളരെ വേഗത്തിൽ ഷാജിയിലേക്ക് എത്താൻ സഹായിച്ച ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. ഇരുവരും അവിടെ കാറിൽ വന്ന ശേഷം നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം കൃത്യം നടത്തിയ ശേഷം ഷാജി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഷാജിയുടെ ഷർട്ടിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്, രക്തക്കറയുണ്ട്. അപ്പോൾ പോലീസ് ഒരു കാര്യം ഉറപ്പാക്കി, ഷാജി തന്നെയാണ് ഇത് ചെയ്തത് എന്നത് സംബന്ധിച്ച്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കൊലപാതകം നടത്തിയ ശേഷം, കൃത്യം നടത്തിയ ശേഷം ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഷാജി ഒരു ശ്രമം നടത്തി. അതായത് റെയിൽവേ ട്രാക്കിൽ ബോഡി കൊണ്ടുചെന്ന് ഇട്ടു. ആ പ്രദേശത്ത് വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. അതിനുശേഷമാണ് റെയിൽവേ ട്രാക്കിൽ ബോഡി കൊണ്ടുവന്നിടുന്നത്. അങ്ങനെ ഇട്ട ഘട്ടത്തിൽ അത് ട്രെയിൻ പോകാത്തൊരു ട്രാക്കായിരുന്നു. ഒരുപാട് വന്നിരിക്കാറുണ്ട്, വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇടയ്ക്ക് വന്ന ആൾക്കാർ കൂടിയിരുന്ന് സംസാരിക്കണമൊക്കെ കേൾക്കാം. അവിടെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറി അവിടെ എപ്പോഴും ആൾക്കാർ ഇരിക്കുന്നൊക്കെ സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ആയി കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധരുടെ സ്ഥലമാണത്. മെയിനായിട്ട് അതാണ് ഇവിടെ. അതായത് നാട്ടുകാരും ഇതിലെ ക്രോസ് ചെയ്യാറില്ല. ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ അപ്പുറത്തെ വഴി അല്ലെങ്കിൽ ഗേറ്റിന്റെ ഉപയോഗിക്കാം. ഇഷ്ടംപോലെ മരണം നടന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കടപ്പുറ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പനങ്ങാട് സ്റ്റേഷൻ അവിടെയൊക്കെ അന്വേഷിച്ചറിയാൻ പറ്റും. കൂടുതൽ മരണങ്ങൾ നടന്ന ഈ ഏരിയയിലാണ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ ചിലർ ഷാജിയെ വിളിച്ച് ഈ സുധ എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സുധ താനുമായി ചെറിയ വഴക്കുണ്ടായെന്നും അതിനുശേഷം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നും ഷാജി പറയുന്നുണ്ട്. അങ്ങനെ ഈ മൊഴികളിൽ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലടക്കം പോലീസിന് സംശയം തോന്നി. അങ്ങനെയാണ് ഷാജിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. സുധ നേരത്തെ വിവാഹിതയും അതിനുശേഷം ഡൈവോഴ്സ്ഡുമാണ്. ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഷാജി ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ പോലീസ് സംഘം ശേഖരിച്ചു. ഷാജിയുടെ വീട്ടിലടക്കം എത്തി ഈ വസ്ത്രം, അന്നേ ദിവസം ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ
കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുന്നത്. കോട്ടയം സ്വദേശിനിയായിട്ടുള്ള സുധ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി പൂത്തോട്ടയിലാണ് താമസം. അന്നേ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് ഈ ഷാജിക്കൊപ്പം സുധ പോകുന്നത്. ക്യാമറമാൻ അനൂപ് കൃഷ്ണനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.